ഗുഡ് മോർണിംഗ്. ഇന്ന് സൺഡേ ആണ്, ചതയ ദിനം. ഇന്ന് നമ്മൾ എല്ലാവരും കൂടെ അമ്മ വീട്ടിലാണ് കൂടിയിട്ടുള്ളത്. അപ്പോൾ ഓണത്തിൻ്റെ പിറ്റേ ദിവസം എല്ലാവരും ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. എനിക്ക് സുഖമില്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടെ ഇവിടെ നമുക്ക് കൂടാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നതാണ്, എൻ്റെ മൈൻഡ് ഒന്ന് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദേ രാവിലെ ബ്രഷ് ചെയ്തൊന്ന് ഫ്രഷ് ആയിട്ട് ദേ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണമായിരുന്നു. ഞാൻ പിന്നെ ബെഡ്ഷീറ്റും ഒക്കെ ഒന്ന് മടക്കി റെഡിയാക്കി വെക്കുകയാണ്. പിള്ളേരൊക്കെ അപ്പുറത്തൊക്കെ ഇരിപ്പുണ്ട്. അവരൊക്കെ എല്ലാവരും ഉള്ളതുകൊണ്ട് എനിക്ക് അത്യാവശ്യം നല്ല ആശ്വാസമുണ്ട്. ഞാനാണ് ഏറ്റവും ലേറ്റായിട്ട് എഴുന്നേറ്റത്, സുഖമില്ലാത്തതുകൊണ്ട് തന്നെ. അങ്ങനെ ദേ നമ്മൾ നേരെ ചെന്നപ്പോൾ ദേ എല്ലാവരും ചായയൊക്കെ കുടിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ഇരിക്കുവാണ്. ഞാൻ പിന്നെ നേരെ ചായ കുടിക്കാനായിട്ട് പോയി. ഭയങ്കരമായിട്ട് ത്രോട്ട് ഇതാകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ മാമനും അമ്മായിയും ആണിത്. ഇവർ കാര്യമായിട്ട് നോക്കുന്നത് എൻ്റെ ബ്ലഡ് റിസൾട്ടാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഏത്തക്കായും കാപ്പിയൊക്കെ തന്നിട്ടുണ്ട്. അവരെൻ്റെ റിസൾട്ടൊക്കെ വായിച്ചിട്ട് അതിനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് പിള്ളേർ സെറ്റൊക്കെ ദേ അവിടെ ഫോട്ടോസ് എടുക്കുന്നു. അത് കുറച്ച് പേര് പോകാനൊക്കെ റെഡി ആയിട്ടുണ്ട്, രാവിലെ പോകേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ തിരക്കുകൾ നടക്കുന്നുണ്ട്, ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. അമ്മ പിന്നെ മോൾക്കുള്ള കുറുക്ക് റെഡിയാക്കണം. എൻ്റെ അമ്മയാണത്. അപ്പം അമ്മ മോൾക്ക് കുറുക്ക് റെഡിയാക്കുവാണ്. അവൾ വിശന്നിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട്. പിന്നെ അമ്മായി ബാക്കി എല്ലാവർക്കുള്ള ഫുഡ് റെഡിയാക്കുന്നു. ചിറ്റന്മാരൊക്കെ ഫുഡ് കഴിച്ചിട്ട് പോകാനായിട്ട് റെഡിയായി നിൽക്കുന്നു. അമ്മയുടെ ചേച്ചിയാണിത്. അപ്പോൾ അങ്ങനെ അവിടുത്തെ കുറേ വിശേഷം ഭയങ്കര അലമ്പായതുകൊണ്ടാണ് വോയിസൊക്കെ മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതും അമ്മയുടെ ഒരു അനിയത്തിയാണ്, മോളെയും കൊണ്ട് നടക്കണം. അപ്പോൾ എന്നെ കണ്ടപ്പം ഞാൻ അവളെ എടുക്കണം എന്ന് പറഞ്ഞ് ഭയങ്കര നിർബന്ധം. പിന്നെ വന്ന് അത് ചേട്ടനും മോനും ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു. ഞാൻ വ്ളോഗ് എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ദേ ഫുഡ് കഴിക്കുന്നതൊക്കെ എടുക്കുക എന്നൊക്കെ പറഞ്ഞ് അവരെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് അവർ ദേ ഫുഡൊക്കെ കഴിക്കുകയാണ്, ചായയൊക്കെ കുടിക്കുന്നു. പിന്നെ ദേ ഞങ്ങളെല്ലാവരും കൂടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നമ്മൾ കൊച്ചുമക്കൾ മാത്രം, ഇങ്ങനത്തെ മക്കളും കൊച്ചുമക്കളും എല്ലാവരും കൂടെ കൂടിയിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിച്ചു. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും കുറേ പേരൊക്കെ പോകാനായിട്ട് റെഡിയായി. അവരൊക്കെ പോവുകയാണ്. പത്തനംതിട്ടയും അങ്ങനെ കുറേ ദൂരെയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട്. അപ്പം അവരൊക്കെ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇനി നമ്മുടെ പരിപാടി നമ്മളൊരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേനും ഫുഡ് കഴിച്ചിട്ട് പോകും. പിന്നെ എല്ലാവരും പോകുന്നതിൻ്റെ കാരണം എല്ലാവരും അടിച്ച് പൊളിച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു. പോകുമ്പോൾ നമുക്കൊരു സങ്കടം, അടുത്ത ഇനി നമ്മൾ എന്തെങ്കിലും പരിപാടിക്കൊക്കെ കൂടാന്നൊക്കെ പറഞ്ഞ് ആണ് ഇരിക്കുന്നത്. അങ്ങനെ ദേ അവരും ടാറ്റ പറഞ്ഞു. അവരെന്നെ ഭയങ്കര ട്രോളുമാണ്, വീഡിയോ ആണ്, വ്ളോഗാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കമൻറ്റൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ദേ അവരും പോയി. ഇനി നമുക്കും പോകണം ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞ് ബാക്കിയുള്ളവരൊക്കെ അവിടെ നിൽക്കുകയാണ്. ഞാൻ ചുമ്മാ പെരക്കകത്തൂടെയൊക്കെ കയറി വന്നു. പിള്ളേർ പിന്നെ എല്ലാം ഉള്ളതുകൊണ്ട് മോളുടെ കാര്യമൊക്കെ അവൻ്റെ കാര്യമൊന്നും എനിക്ക് വലുതായിട്ട് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. കാരണം സുഖമില്ലാത്തതുകൊണ്ട് അവരും കൂടെ ശ്രദ്ധിച്ചോളും പിള്ളേരെയൊക്കെ. അങ്ങനെ ദേ പിന്നെ മോൾ വഴക്കുണ്ടാക്കിയപ്പോൾ അവളെ എടുത്ത് ഓർക്കാനായിട്ട് പോയി ഫുഡൊക്കെ കൊടുത്തിട്ട്